ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. പ്രിൻസ്, ഇടുക്കിയിലും ഇന്ന് റെഡ് അലേർട്ടാണുള്ളത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നമുക്കറിയാം ഓരോ മഴക്കാലം വരുമ്പോഴും ആശങ്കയാണ് ഇടുക്കിയെ സംബന്ധിച്ച്. നിലവിൽ മഴ എങ്ങനെയുണ്ട്, എന്താണ് സാഹചര്യങ്ങൾ? ശ്രീജ, തീർച്ചയായും ഇടുക്കിയിൽ ഇന്ന് കനത്ത ജാഗ്രത എന്നുള്ള സാഹചര്യമാണുള്ളത്. നിലവിൽ മഴ തുടരുന്നു. കഴിഞ്ഞ രാത്രിയിലും ഒക്കെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇടുക്കിയിലെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ രാത്രിയിലൊക്കെ മണ്ണിടിച്ചിലും മരം ഒടിഞ്ഞ് വീഴുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പല അപകടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഏതാനും ദിവസങ്ങളായി സംഭവിക്കുന്നുണ്ട്. 40-ലധികം വീടുകൾ ഈ വിവിധ ദിവസങ്ങളായി തകർക്കപ്പെട്ട സാഹചര്യമുണ്ട്. പൂർണ്ണമായി നശിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മലങ്കര, പാമ്പ്ള, കല്ലാർകുട്ടി ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇടുക്കി അടക്കമുള്ള ഡാമുകളുടെ കീഴിലേക്ക് ശക്തമായ ഒഴുക്കുണ്ടെങ്കിലും ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഇപ്പോൾ ആശങ്കാജനകമല്ല. എന്നാൽ മറ്റ് ചെറുകിട അണക്കെട്ടുകളായ മലങ്കര, കല്ലാർകുട്ടി, ഇരട്ടയാർ തുടങ്ങിയ ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. തുടർച്ചയായ മഴ പെയ്യുമ്പോൾ ഈ ഇത്തരം ചെറു ഡാമുകളും ഒക്കെ തുറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള നിരോധനങ്ങൾ വർദ്ധിപ്പിക്കുന്നു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഖനന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും നിരോധനമുണ്ട്. അപ്പം വിനോദസഞ്ചാര ആക്ടിവിറ്റികൾ, പ്രത്യേകിച്ചും ജീപ്പ് സഫാരി, ട്രക്കിംഗ്, സാഹസിക വിനോദസഞ്ചാര പരിപാടികളൊക്കെ എന്നിവയ്ക്കെല്ലാം പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരം നടപടികളിലേക്ക് നടക്കരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്കൂളുകളുടെ അവധിയൊക്കെ ഇന്നും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഗ്യാപ് റോഡിന്റെ യാത്രാ നിരോധനം 30-ാം തീയതി രാത്രി വരെ തുടരുന്നുണ്ട്. ഒപ്പം വിവിധ പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്രകൾക്ക് സുരക്ഷിതമായിരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നു. പ്രത്യേകിച്ചും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു സാഹചര്യം ജില്ലയിലുണ്ട്. മലയോര മേഖലയിൽ ഏത് നിമിഷവും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ വീണ് അപകടം സംഭവിച്ചിരുന്നത്. ദേശീയപാതയിലടക്കം, കുമ്പളി മൂന്ന പാതയിലടക്കം പ്രധാന പാതകളിലൊക്കെ ഇത്തരത്തിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനയാത്രികർ സുരക്ഷിതരായിരിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ഒപ്പം ജാഗ്രത പുലർത്തുന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ നിലവിൽ ഇതുവരെ ഉള്ളത് 5 ക്യാമ്പുകളുടെ വിവിധ മേഖലകളിലെ 5 ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നാർ, വെള്ളത്തൂവൽ മേഖലകളിൽ അടക്കമാണ് ക്യാമ്പുകളുള്ളത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴ ഉണ്ടാകുകയും മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടാകുകയും ചെയ്തത്. അപ്പോൾ ഈ ക്യാമ്പുകളിലൊക്കെ വിവിധ വേഗമുള്ള ആളുകളെയും പാർപ്പിച്ചിട്ടുണ്ട്. ഈ ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ നടത്താനുള്ള ഒരു മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ താലൂക്കുകളിലെ കൺട്രോൾ റൂമുകളും ഒപ്പം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകളും പ്രവർത്തിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം ഏകോപിപ്പിക്കുന്നത്. ശക്തമായ നിർദ്ദേശങ്ങൾ എല്ലാം കൊടുത്തിരിക്കുന്നു. അത്തരത്തിലുള്ള നടപടികളാണ് ജില്ലയിൽ പുരോഗമിക്കുന്നത്. തീർച്ചയായും വലിയ ജാഗ്രത വേണ്ട സമയമാണ്. രാത്രി സമയങ്ങളിലെ യാത്ര ഒഴിവാക്കുക. മലയോര മേഖലയിൽ ഒക്കെ താമസിക്കുന്നവർ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും അവിടെ നിന്ന് മാറി നിൽക്കുക എന്നതൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവൻ സുരക്ഷിതമാക്കാൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. മരങ്ങൾക്ക് താഴെ കാറുകളും വാഹനങ്ങളും ഒക്കെ പാർക്ക് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. അങ്ങനെ നമ്മുടെ ഒരു സുരക്ഷിതത്വം നമ്മൾ തന്നെ നോക്കുക എന്നതാണ് പ്രാഥമികമായി ആദ്യം ചെയ്യേണ്ടത്. അതിനടുത്തത് സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായ ആ നിർദ്ദേശങ്ങൾ പാലിച്ച് ഇരിക്കുക എന്നതാണ്. എന്തായാലും